ഞാൻ ആദ്യമായിട്ടാണ് ഗോപാലേട്ടൻ നിർമ്മിക്കുന്ന ശ്രീ ഗോകുലം മൂവീസിൻ്റെ ചിത്രത്തിൽ അഭിനയിക്കുന്നത്. ഒരുപാട് നാളത്തെ സംസാരത്തിന് ശേഷം എപ്പോഴും ഗോപാലേട്ടൻ്റെ കൂടെ ഒരു ഫിലിം ചെയ്യണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. കാരണം നല്ലൊരു കമ്പനിയാണ്. അപ്പം അതിനൊരു അവസരം ഒത്തുവന്നത് ഈ സിനിമയിലാണ്. കാരണം ഇതൊരു വലിയ ചിത്രമാണ്, കമ്മാര സംഭവം. രതീഷിൻ്റെ പുതിയ സിനിമ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ കാണുന്നത്. രതീഷിൻ്റെ കമ്മാര സംഭവം എഴുതുന്നത് മുരളി ഗോപി, നായകനായിട്ട് അഭിനയിക്കുന്നത് ദിലീപ്. അപ്പം ഇതൊരു എന്താ പറയണ്ടത്, ഇതൊരു കുടുംബ സിനിമയാണ്, എൻ്റെ കുടുംബത്തിൻ്റെ സിനിമയാണ്. എല്ലാ ആശംസകളും. നമസ്കാരം. ശ്രീ രതീഷ് അമ്പാട്ട് സംവിധാനം ചെയ്യുന്ന കമ്മാര സംഭവം എന്ന ചിത്രത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും. ഗോകുലം മൂവീസിൻ്റെ തയ്യാറാക്കുന്ന കമ്മാരം സംഭവം എന്ന ഈ പടം ഈ മഹാക്ഷേത്രത്തിൻ്റെ സന്നിധാനത്തിൽ വെച്ച് പൂജ നടന്നിരിക്കുകയാണ്. ഇന്ന് ജനങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഒരു കൃത്യമായ, അതായത് നല്ല തമാശയുള്ള ഒരു പടസ്ഫൂർത്തിയാണ്. അതിൽ തീർച്ചയായും ദിലീപ് എന്ന കഥാപാത്രം അത് ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ സാധിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടി ദിലീപിനെ മുഖ്യ കഥാപാത്രമായി ഞങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നു. തീർച്ചയായും ഈ പടം വിജയിക്കും, ജനങ്ങളൊക്കെ ഏറ്റെടുക്കും, സ്വീകരിക്കും എന്നുള്ള വിശ്വാസത്തോടുകൂടി ഞങ്ങളിത് മുന്നോട്ട് പോവുകയാണ്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും അതുപോലെ ഒരു സഹോദരനെ പോലെ ഞാൻ കാണുന്ന ഒരു വ്യക്തിയാണ് രതീഷ് അമ്പാട്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭമാണ് കമ്മാര സംഭവം. അതിൻ്റെ തുടക്കം തൊട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ട്. എനിക്ക് വളരെയധികം പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. സിനിമേൻ്റെ പൂജ കഴിഞ്ഞു, വളരെ പ്രതീക്ഷയിലാണുള്ളത്. എന്നെ സംബന്ധിച്ച് മേക്കപ്പിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ഉണ്ട്. കാരണം ഇതിൽ ദിലീപേൻ്റെ 2 ഗെറ്റപ്പിലാണ് വരുന്നത്. വളരെ കാലത്ത് എൻ്റെ സുഹൃത്ത് ശ്രീ രതീഷ് അമ്പാട്ട് ചെയ്യുന്ന ഈ പുതിയ സിനിമ കമ്മാര സംഭവം, അതിൻ്റെ എല്ലാ വിജയത്തിനു വേണ്ടിയും ഞാൻ ആശംസിക്കുന്നു. കൂടെ ഞാൻ എൻ്റെ ആർട്ട് ഡയറക്ടറായി വർക്ക് ചെയ്യുന്നു. രതീഷ് അമ്പാട്ടിൻ്റെ കമ്മാര സംഭവത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും. ഈ കഥ കേട്ടപ്പോൾ നല്ലൊരു കൈകളിൽ ഇത് ഏൽപ്പിക്കണം എന്ന് തോന്നി. അതിലേക്ക് കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ തന്നെ ഈ സിനിമ നിർമ്മിക്കാൻ ഗോപാലേട്ടൻ തയ്യാറായി. അതിന് മുൻകൈ എടുത്ത പ്രവീൺ, ഗോകുലം, ഒരുപാട് നന്ദി. ഇത് രതീഷിൻ്റെ ആദ്യ സംരംഭമാണ് രതീഷ് അമ്പാട്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് മീശമാധവൻ തുടങ്ങിയിട്ട് എനിക്ക് അതിനു മുമ്പേ തുടങ്ങിയിട്ടുള്ളൊരു ബന്ധമുണ്ട്. വളരെ കഴിവുള്ള ഒരു സംവിധായകനാണ് അദ്ദേഹം. ഒരുപാട്
ആഡ് ഫിലിംസ് നമ്മൾ കണ്ടിട്ടുള്ള നാഷണൽ ബ്രാൻഡുകളുടെയൊക്കെ ആഡ്സ് ചെയ്തിട്ടുള്ള ആളാണ്. അതുപോലെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് മുരളി ഗോപി, അദ്ദേഹത്തെ നമ്മളിപ്പോൾ പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. കാരണം അത്രയധികം അഭിനയ ജീവിതത്തിലും അതുപോലെ എഴുത്തിലും ഒക്കെ തൻ്റെ കഴിവ് തെളിയിച്ച ആളാണ്. മുരളിയുടെ വ്യത്യസ്തമായിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് തന്നെയായിരിക്കും. ഈ സിനിമ 100% എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. വെറുമ്പാക്കല്ല വ്യത്യസ്തത എന്നുള്ളത് വ്യത്യസ്തമായിട്ടുള്ളൊരു സിനിമ തന്നെയാണ്. ഞാനിതിൽ 2-3 അപ്പിയറൻസിൽ വരുന്നുണ്ട്. അതിലൊന്ന് 94 വയസ്സുള്ള കമ്മാരനായിട്ടാണ്. അപ്പോൾ ഈ കമ്മാരൻ്റെ സംഭവങ്ങളാണ് കമ്മാര സംഭവം. എന്തായാലും നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന വേണം.